PS റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ശനിയാഴ്ച അതായത് 25/1/2025 നടന്ന 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ PSC തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീയാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി കോഡ് 134/2023, 259, 446, 447, 587, 696, 697/2023 ഇങ്ങനെയാണ്. അപ്പോൾ ഈ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോർ കമൻസിലിടുക. ഓക്കെ, ഈ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം: ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡി ആണ് ഡോക്ടർ DS കോത്താരി. 2. ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 10. എ ആണ് ഉത്തരം. 3. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായം? ബി മെറ്റേർണിക്. ബി ആണ് ഉത്തരം. 4. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ? ബി ആണ് കുറുളി ചേകോൻ. 5. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ്? സി കൊല്ലം. 6. ഗ്രീനിച്ച് സമയം 0 ഡിഗ്രി രേഖാംശ രേഖയിലെ 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം? സി 7:30 PM. 7. താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന? ഇവിടെ പറഞ്ഞിരിക്കുന്ന 3ഉം ശരിയാണ്, അപ്പോൾ സി ആണ് ഉത്തരം. ഇനി 8. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയത്? ഡി ആണ് 61-ാം ഭേദഗതി. ഇനി 9. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര താലൂക്കിലാണ്? ബി ആണ്. 10. മൺസൂൺ മഴയും ഇടവിട്ടു വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം? ഡി ലാറ്ററൈറ്റ് മണ്ണ്. 11. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം? ഡി കേരള. 12. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല? ബി ആണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂർ. 13. ഇന്ത്യയിലെ ഏറ്റവും വ്യത്യസ്തവും പഴക്കം ചെന്നതും ഉറപ്പേറിയതുമായ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം? ബി ആണ് ഉപദ്വീപീയ പീഠഭൂമി. 14. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ? എ ആണ് ദേശീയ ജലപാത 3. 15. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെയാണ്? ബി ഉത്തര മഹാസമതലം. 16. ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി? എ ആണ് ഭൂതല ഛായാഗ്രഹണം എന്നാണ് അറിയപ്പെടുന്നത്. എ ആണ്. 17. ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള സ്ഥലം? എ ഇന്ദിരാ പോയിന്റ്. 18. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം? ബി ആണ് പശ്ചിമ അസ്വസ്ഥത. 19. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ 1ഉം 3ഉം ആണ്, അതായത് സി ആണ് ഉത്തരം. 20. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? എ ആനമുടി. 21. ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത്? രണ്ടാമത്തെയാണ് തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയെന്നുള്ളത്. എ ആണ് ഉത്തരം. 22. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായതെന്ന്? ബി 1949 ജൂലൈ 1. 23. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം? സി ചമ്പാരൻ. 24. ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ? എ ആണ് ജൊനാഥൻ ഡങ്കൻ. 25. താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏത്? രണ്ടാമത്തെയാണ് പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കുന്നുള്ളത്. സി ആണ് ഉത്തരം. 26. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്? ഡി ആണ് വാഗ്ഭടാനന്ദൻ. 27. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്? എ NS മാധവൻ. 28. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം? സി പശ്ചിമ ബംഗാൾ. 29. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത്? ബി മാർത്താണ്ഡവർമ്മ. 30. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം? സി ഹാൻ കാങ് ആണ് ലഭിച്ചത്. സി ആണ്. 31. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത്? ബി ആണ് സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. 32. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? എ സോവിയറ്റ് യൂണിയൻ. 33. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്? ഇവിടെ തന്നിരിക്കുന്ന 3ഉം ഉണ്ട്, അപ്പോൾ ഡി ആണ് ഉത്തരം ഇവയെല്ലാം. 34. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്? എ രാഷ്ട്രപതി. 35. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്?
അത് ഒന്നാമത്തെയും മൂന്നാമത്തെയാണ്, അതായത് സി ആണ് ഉത്തരം. ഇനി 36, ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്ക് 4-മത്തെയാണ്, ബി 1-മത്തെയാണ്, സിക്ക് 2-മത്തെ, ഡിക്ക് 3-മത്തെ, അതായത് എ ആണ് ഉത്തരം. ഇനി 37, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ബി ആണ് ഫസൽ അലി. 38, പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട്. ബി ആണ് മാൻഡമസ്. 39, ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത്? സി ബങ്കിം ചന്ദ്ര ചാറ്റർജി. 40, ഇന്ത്യൻ ഭരണഘടനയുടെ 8-ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം? സി 22. 41, കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം? എ കരിമീൻ. 42, കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ? സി 9. 43, കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി? ബി കെ കൃഷ്ണൻകുട്ടി. 44, കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം? സി 3. 45, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേവന പദ്ധതി? ഡി ആണ് കല്ലട. 46, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല? ബി പാലക്കാട്. 47, കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി? എ ആണ് വി അബ്ദുറഹിമാൻ. 48, ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല? ബി തിരുവനന്തപുരം. 49, അയ്യങ്കാളി ജനിച്ചത്? ഡി 1863 ഓഗസ്റ്റ് 28. 50, ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്? എ വൈക്കം. 51, താഴെ പറയുന്നവരിൽ വേറിട്ടു നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? സി മഹാദേവ് ഗോവിന്ദ റാനഡെ. 52, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി? എ കെ എം പണിക്കർ. 53, തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. അപ്പോൾ ഇവിടെ 3 ക്ലൂ തന്നിട്ടുണ്ട്. അത് പ്രകാരം എ കെ ഗോപാലൻ. സി ആണ് ഉത്തരം. ഇനി 54, ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത്? ഡി ചേറ്റൂർ ശങ്കരൻ നായർ. 55, ഫത്തഹദൽ മുബീൻ എന്ന അറബി കാവ്യത്തെപ്പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? അപ്പോൾ 1-മത്തെയും 2-മത്തെയാണ്, എ ആണ് ഉത്തരം. 56, കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം? ബി വടകര. 57, ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്? സി അയ്യത്താൻ ഗോപാലൻ. 58, ബാരിസ്റ്റർ ജി പി പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? ഡി മലയാളി മെമ്മോറിയൽ. 59, കൊച്ചി രാജാ പ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തത്? സി ഷൺമുഖം ചെട്ടി. 60, കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിൽ ഒരെണ്ണം താഴെ പറയുന്നു ഏത്? ബി അഗസ്തീശ്വരം. 61, വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം? ബി നിശാന്തത. 62, താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത്? സി ഹീമോഫീലിയ. 63, നിശബ്ദ വസന്തം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? ഡി റേച്ചൽ കാഴ്സൺ. 64, താഴെ പറയുന്നവയിൽ വന്യജീവി സംഗീതത്തിന് ഉദാഹരണം? എ പെരിയാർ. 65, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം? ബി ഇനാമൽ. 66, ഏതിനും ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്? സി ആണ് ലിംഫോസൈറ്റ്. 67, മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത്? എ കരൾ. 68, കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം? ഡി പ്രിയങ്ക. 69, അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം? സി 2023. 70, സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക? ബി 5 ലക്ഷം. 71, പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. ഇവിടെ 3 സന്ദർഭങ്ങൾ തന്നിട്ടുണ്ട്. മുകളിൽ തന്നിരിക്കുന്നവ പരിശോധിച്ച് ശരിയായ ഉത്തരം. ഇവിടെ തന്നിരിക്കുന്നതിൽ 2ഉം 3ഉം മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ. അതായത് തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്യുന്ന പ്രവൃത്തിയും, പിന്നെ 3-മത്തെ കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നമ്മൾ പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. അപ്പോൾ 2, 3 സി ആണ് ഉത്തരം. ഇനി 72, ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ ഫോക്കസിനും പോളിനും ഇടയിൽ വച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സ്വഭാവം? അത് ഡി ആണ്, വസ്തുവിനേക്കാൾ വലുതാണ്, മിഥ്യയാണ്, നിവർന്നതാണ്. ഇനി 73, മനുഷ്യരുടെ ശ്രവണ പരിധി 20 ഹേർട്സ് മുതൽ 20 കിലോ ഹേർട്സ്, അതായത് 20,000 ഹേർട്സ് വരെയാണ്.
അതായത് സി. 74 ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം 310 കെൽവിനാണ് വരിക, എ ആണ്. 75 ചലനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ സമവാക്യം ഏത്? v² = u² + 2as. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് u² = v² - 2as, ബി ആണ് ഉത്തരം. ഇനി 76 ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ്ജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. അപ്പോൾ പെട്രോളിൽ രാസോർജ്ജമാണുള്ളത്, അത് കാർ ഓടുമ്പോൾ ഗതികോർജ്ജമായി മാറും, സി ആണ്. 77 സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായ ക്രമീകരണം. അപ്പോൾ സൂര്യഗ്രഹണം ഉണ്ടാകുമ്പോൾ ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുമ്പോഴാണ് അതിൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുക. 78 ഹൈഡ്രജൻ്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഹൈഡ്രജന് നിറമില്ല, മണമില്ല, ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു, പിന്നെ ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് രണ്ടാമത്തെ, അതായത് ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു എന്നുള്ളത് തെറ്റാണ്. മറ്റേ രണ്ടും നിറം, മണമില്ല എന്നുള്ളതും പിന്നെ ദ്വയാറ്റോമിക തന്മാത്രകൾ, അത് രണ്ടും ശരിയാണ്. ഇപ്പോൾ സി ആണ് ഉത്തരം. 79 തന്നിരിക്കുന്നതിൽ നിന്ന് ഐസോട്ടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ്, അതായത് ബി ആണ്. 80 ആറ്റോമിക സംഖ്യ 8 ഉള്ള മൂലകം ഓക്സിജനാണ്, ഡി ആണ് ഉത്തരം. ഇനി 81 തൊട്ട് 100 വരെയുള്ളത് മാക്സിമം മെൻ്റലബിലിറ്റിയാണ്. അപ്പോൾ 81ാമത്തെ ഇവിടെ നമ്മൾ ആദ്യം ബ്രാക്കറ്റിലുള്ള ചെയ്യണം, പിന്നെ ഹരണം ഗുണനം കഴിഞ്ഞിട്ടാണ് പ്ലസും മൈനസും വരും. അപ്പോൾ അത് ചെയ്യുമ്പോൾ 17 വരും, ബി ആണ് ഉത്തരം. ഇനി 36² / r². അപ്പോൾ 36 × 36 / r², 36. അപ്പോൾ ഒരു 36 വെട്ടിപ്പോവും, അപ്പോൾ എ 36 വരും. ഇനി 83 √0.44 അതിനെ ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ എ ആണ് 0.666. ഇനി 84 1.5² × 0.2² എത്ര? അത് 0.09, ഡി ആണ് വരിക. ഇനി 85 52 km/മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബസ്സിൽ 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യാം? അപ്പോൾ 312 കിലോമീറ്ററാണ് യാത്ര ചെയ്യാൻ പറ്റുക. അപ്പോൾ 52 × 6 ചെയ്താൽ മതി. അപ്പോൾ 312 കിലോമീറ്റർ. അതായത് വേഗത ഈക്വൽസ് അല്ലെങ്കിൽ ദൂരം ഈക്വൽസ് വേഗത ഇൻറ്റു സമയം. വേഗത സമം ദൂരം ബൈ സമയമാണ്. അപ്പോൾ ദൂരം ഈക്വൽസ് വേഗത ഇൻറ്റു സമയം വരും. അപ്പോൾ എ വരും. 86 0 1 1 2 3 5 8 പിന്നെ 8ഉം 5ഉം കൂടെ കൂട്ടണം 13, ബി വരും. ഇനി 87ാമത്തെ ഒരാൾ 1200 രൂപയ്ക്ക് നാളികേരം വാങ്ങി. വിൽക്കുമ്പോൾ 12% ലാഭം ലഭിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ എത്ര രൂപയ്ക്കാണ് വിൽക്കേണ്ടതെന്ന്? അപ്പോൾ 1200 × 12 ചെയ്യുക, അപ്പോൾ 144 കിട്ടും. അപ്പോൾ 1200 + 144 1344, സി ആണ്. ഇനി 88ാമത്തെ 2.5 - 1/8 - 1/16 ചെയ്യുമ്പോൾ 37/16, ബി കിട്ടും. 89 ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11. ടീച്ചറെയും കൂട്ടിച്ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 12. അപ്പോൾ ടീച്ചറുടെ വയസ്സ് നമ്മൾ ചെയ്തു വരുമ്പോൾ 47, സി വരും. 90 ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ ലാസവാക്ക് വരുന്നത് ഡി 315 വരിക. ഇനി 91 ഇവിടെ ODISHയുടെ കോഡ് ഇത് പ്രകാരം ചെയ്യുമ്പോൾ NEHTGBA ആണ് വരിക. 92 50 കുട്ടികളുള്ള ക്ലാസ്സിൽ അനുവിൻ്റെ റാങ്ക് 20 ആണ്. അപ്പോൾ അവസാനത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ 31 വരിക, ബി ആണ് ഉത്തരം. ഇനി 93 5:126 സമം 9 നമ്മളതിൻ്റെ നോക്കുമ്പോൾ 730, എ വരും. ഇനി 94 ഒറ്റയാനെ കണ്ടെത്തലാണ്. 146 156 176 196 പിന്നെ വരുന്നത് 196, ഡി തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി 95ാമത്തെ പ്ലസ് സമം ഇൻറ്റു മൈനസ് സമം ഹരണം, ഇൻറ്റു സമം മൈനസ്, ഹരണം സമം പ്ലസ് എങ്കിൽ 5 + 6 ഹരണം 6 മൈനസ്, അപ്പോൾ ഈ ചിഹ്നങ്ങൾ മാറ്റിയിട്ട് കൊടുക്കുക. അപ്പോൾ കിട്ടുമ്പോൾ 23, ബി കിട്ടും. ഇനി 96 2/3 + x സമം 5/6. അപ്പോൾ എക്സിൻ്റെ വില, അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ 5/6 മൈനസ് 2/3 ചെയ്യാം, 1/6, ഡി കിട്ടും. 97ാമത്തെ ആദ്യത്തെ സ്ഥാനവും ഇപ്പോഴത്തെ സ്ഥാനവും തമ്മിലുള്ള കുറഞ്ഞ അകലം 13 മീറ്റർ, സി ആണ് വരിക. ഇനി പുസ്തകങ്ങൾ ലൈബ്രറിയിലാണെങ്കിൽ സിനിമ തിയേറ്ററിൽ, ബി ആണ്. ഇനി 99 എയുടെ അമ്മയാണ് ബി, ബിയുടെ അമ്മയാണ് സി, സിയുടെ മകനാണ് ഡി. അപ്പോൾ എയുടെ ആരാണ് ഡി എന്ന് ചോദിച്ചാൽ അമ്മാവൻ, സി ആണ്. ഇനി 100ാമത്തെ മനുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം ചെയ്തു വരുമ്പോൾ 19 വയസ്സ് കിട്ടും, എ ആണ്. അപ്പോൾ ഇത്രയാണ് 10th ലെവൽ പ്രിലിംസിൻ്റെ കഴിഞ്ഞ ശനിയാഴ്ച 25/5/25 നടന്ന പരീക്ഷയുടെ ആൻസർ കീ.